ഒരുപാട് സംഘടനകൾ ഉള്ള ഈ കാലത്ത് ഈയൊരു സംഘടനയുടെ പ്രസക്തി എന്നത് വളരെ വലുതാണ്. നമുക്കറിയാം, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെ ജീവിതാനുഭവങ്ങൾ ഉള്ള പ്രവാസി കുടുംബങ്ങളുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും കരുത്തു നൽകി ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രഥമ ഉദ്ദേശം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ആദ്യം അറിയിക്കുകയാണ്. പ്രവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാക്രിഫൈസ് ആണ് അല്ലേ? ഒരു യാന്ത്രികമായിട്ട് ഒരു യന്ത്രത്തെ പോലെ വേറൊരു കമ്മിറ്റ്മെൻറ്റുകളും ഇല്ലാതെ വർഷങ്ങൾ 2 വർഷം 3 വർഷമൊക്കെ അവർ ഒരു വേറെ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവർക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം അവർ സ്വയം പാചകം ചെയ്യുന്നു, കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഉച്ചയ്ക്ക് വരുന്നു, വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 2-3 വർഷക്കാലം ഒരേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ ചെയ്ത് മുമ്പോട്ട് പോയി ഇടയ്ക്ക് വീണ് കിട്ടുന്ന ഒരു ലീവ് സമയത്താണ് ഒന്ന് ജീവിക്കാൻ വേണ്ടി അവർ ഓടിയെത്തുന്നത് അല്ലേ? അവർ ജീവിക്കാൻ വരുന്ന സമയം ആ ഒരു ലീവ് ടൈമാണ്. ഓരോ പ്രവാസിയുടെയും ജീവിതം വല്ലാത്ത സാക്രിഫൈസാണ്. അവരെന്തൊക്കെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള സാധാരണ പുരുഷന്മാരോ സ്ത്രീകളോ സാക്രിഫൈസ് ചെയ്യുന്ന ഒന്നുമല്ല ഒരു പ്രവാസി സാക്രിഫൈസ് ചെയ്യുന്നത്. അവൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം അല്ലേ? ആരോഗ്യമുള്ള ഒരു കാലഘട്ടം, നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യം. പ്രവാസി സാക്രിഫൈസ് ചെയ്യുന്നത് അവൻ്റെ ആരോഗ്യമാണ്, പിന്നെന്താണ്, അവൻ്റെ യൗവനമാണ്. ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രവാസി തൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യുമ്പോൾ അത് ശരിയായി ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആലപ്പുഴ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ തരത്തിലുള്ള സംഘടനകൾ രൂപം കൊടുത്തിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ നിന്നും വലിയ തൊഴിലാളി പ്രസ്ഥാനം ഉൾപ്പെടെ, അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഉത്ഭവം സംഘടിപ്പിച്ചിട്ടുള്ളൊരു ജില്ല കൂടിയാണ് നമ്മുടെ ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ നിന്നാണ് പുതിയൊരു സംരംഭം പ്രവാസികൾക്കായി. നമുക്കറിയാം, പ്രവാസികൾ എന്നുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ വലിയ തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ ശക്തിയായി നിൽക്കുന്ന ഒരു വിഭാഗം ആണ്. നമുക്കെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണ്. ഈ വിഭാഗത്തിലുള്ള ആളുകളെ അവരുടെ ക്ഷേമത്തിനായി അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടാകേണ്ട മറ്റ് ഈ പറഞ്ഞ കണക്കിന് തൊഴിൽ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിക്കുക എന്നുള്ളത് അത് വലിയ മികച്ച ഒരു ആശയമായാണ് ഞാൻ ആ ഒരു പ്രവർത്തനത്തെ കാണുന്നത്. പുതിയതായി തുടങ്ങുന്ന ഒരു സംഘടന എന്ന രീതിയിൽ തന്നെ അത് മികച്ച അവരുടെ ആശയം കൃത്യമായി തന്നെ മുഴുവൻ പ്രവാസികളുടെ ഇടയിലേക്ക് ഇത് എത്തിച്ചേരുകയും ഇത് വലിയൊരു സംഘടനയായി ഇന്നിവിടെ നമുക്ക് ഇവിടുന്ന് തുടക്കം കുറിക്കുന്ന ഈ സംഘടന വലിയ തരത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെ പ്രവാസികൾക്ക് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഉദ്യമങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംഘടനയായി തന്നെ മാറട്ടെ എന്നുള്ള ആദ്യമായി പ്രവാസികളുടെയും കുടുംബത്തെയും ക്ഷേമപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും കരുത്തേകുന്നതിന് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുന്നതിനും വേണ്ട മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് സംഘടനയുടെ ഉദ്ദേശം. സംഘടനയുടെ മെമ്പർഷിപ്പ് 1000 രൂപ മുടക്കി എടുക്കുമ്പോൾ 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്ക് 2 തരം ഇൻഷുറൻസുകളാണ് ഇതോടൊപ്പം നമ്മൾ നൽകുന്നത്. 15 ലക്ഷം രൂപയുടെ ഒരു ഡെത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ 1 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസുമാണ് നമ്മുടെ FPBA സംഘടനയുടെ ഒരു മെമ്പർഷിപ്പ് 1000 രൂപ മുടക്കി എടുക്കുന്ന ഒരാൾക്ക് നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം. വളരെ നല്ല രീതിയിൽ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും കുഞ്ഞുമക്കളും എല്ലാവരും വന്ന് നല്ല രീതിയിൽ സഹകരിച്ചതിന് ഞങ്ങളുടെ സംഘടനയുടെ പേരിലും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു.